നല്ല മാറ്റം ഉണ്ടല്ലേ? വന്നതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മള് മറ്റേ തിരുവനന്തപുരത്ത് വന്നല്ലേ? നമ്മള് പിന്നെയും വന്നേ. അപ്പൊ ഈ പ്രാവശ്യം നമ്മള് വന്നതിനകത്ത് വേറെ ഉദ്ദേശം കൂടെ ഒക്കെയാണ്. നമ്മളോട് കുറെ പേര്, അതായത് ഇവിടെ വരാൻ വേണ്ടി നമ്മളെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ കുറെ സംശയങ്ങളൊക്കെ ഉണ്ട്. സംശയം എന്താന്ന് വെച്ചാണ്ടല്ലോ, കുറെ പേരേക്ക് നീ നടുവേനയൊക്കെ ആയിട്ടേ ഈ വൈദ്യരെ വിളിച്ചാൽ എണ്ണ കൊടുത്തു വിടും, അതോ ഇവിടെ വന്നിട്ട് തിരുമണോന്നൊക്കെ ചോദിക്കുന്നു. ഓൺലൈനും കൂടെ പിന്നെ കുറെ പേർക്ക് തെറ്റിപ്പോകുന്നുണ്ട്. നമ്മളൊന്ന് പൂസാനംപെട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് പൂസാനംപെട്ടി തിരുമ ചികിത്സാ കേന്ദ്രം എന്നാണ്. വൈദ്യർ പി ഈശ്വർ എന്നാണ് തെറ്റിപ്പോകാറുണ്ട്. അപ്പൊ വൈദ്യർ തന്നെ നമ്മളോട് പറഞ്ഞു. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട്, ഈ വൈദ്യനെ കാണാൻ ഇവിടെ വരാറുമുണ്ട്. അത് നമുക്കൊരു സന്തോഷം. ഒത്തിരി പേർക്ക് ഭേദമായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ വന്നപ്പോ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഇവിടെ ലേഡീസ് ആണ്. അത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാവേ. രാവിലെ തന്നെ ഇവിടെ കുറെ പേരുണ്ടല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ന് വന്നിരിക്കുന്ന മലയാളികളാകട്ടെ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ടെന്നോ മാറിയോന്നോ അവരുടെ ഫീഡ്ബാക്ക് എന്നോ. ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ട് പോയല്ലേ. എവിടുന്നാ വരുന്നത്? കോട്ടയം വൈക്കത്തുനിന്ന്. നടുവേനയായിട്ട് കാറെ കിടത്തിക്കൊണ്ട് വന്നു. ഇപ്പൊ എത്ര നാളെ ഇവിടെ വന്നിട്ട്? 20 ദിവസം കഴിഞ്ഞ്. ഇപ്പൊ ഒന്ന് വന്ന അപ്പൊ കാലിന് ഇച്ചിരി കൂടെ മരവര് മാറാനുണ്ട്. അപ്പൊ അതിന് ഒരു 3 മാസം പിടിക്കുന്ന എണ്ണയിട്ടത്. അത് അന്നേരം തന്നെ നടന്നാ പോയത്. ഇങ്ങോട്ട് തന്നെ എടുത്തിട്ട് കഴിഞ്ഞ് ഇറങ്ങിയ നടന്നിറങ്ങി. നല്ല മാറ്റം ഉണ്ടല്ലേ? നല്ല മാറ്റം. വന്നതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. 100 എനിക്ക് സർജറി പറഞ്ഞതായിരുന്നു. ഞാനൊന്ന് വീണതാ, ഐസ്ക്രീമിൽ തന്നെ വീണതായിരുന്നു. അപ്പം സർജറി പറഞ്ഞാക്കി ഇവിടെ വന്നിട്ട് എണീറ്റ് നടക്കുന്നതാണ് അവര് പറയുന്നത്. അപ്പം കൊറേ പേര് വന്ന് തട്ടിപ്പാ അങ്ങനെയല്ല ഇങ്ങനെയല്ല. പക്ഷെ അവര് തന്നെ അതന്നെ അവര് തന്നെ പറയുന്നുണ്ട് ആ കാര്യം. ഞാൻ പറയത്തില്ല കേട്ടോ. ഞാൻ 8 ദിവസം മലക്കടപ്പ തന്നെ കിടന്നതാ. കരഞ്ഞാണ് ഞാൻ ഇങ്ങനെ കാലൊന്നും കുത്തിക്കൊണ്ടിരുന്ന കാട്ടില്. 10 മിനിറ്റ് കൊണ്ട് ഇവിടെ വന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ ചിരിക്കുവായിരുന്നു. ഇപ്പൊ ചിരിക്കണം ഇങ്ങോട്ട് കരഞ്ഞോണ്ട് ആളാ. ചിരിക്കണം എന്നാന്ന് ചോദിച്ചപ്പോൾ വേദന പോയി എല്ലാം പോയി. ഇവിടെ നടന്നു പോയി ചായയും കുടിച്ച് 2 പേരും കൂടെ കഷ്ടിച്ച് കൈയിട്ട് താങ്ങിയെടുത്ത് കയറ്റിയതാ. തിരിച്ച് അങ്ങോട്ടിറങ്ങി ഞാൻ തന്നെ നടന്നു. എനിക്ക് നല്ല അനുഭവം. അടിപൊളി. എങ്ങനെയാണ് ഇവിടെ അറിഞ്ഞു വന്നത്? ഈ ചേട്ടന്റെ അടുത്തൊരു നമ്മുടെ അയൽവക്കത്ത് ഞാൻ തലപ്പുറമായിരുന്നു. നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞറിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇവരുടെ കേസിട്ടപ്പോ ഞങ്ങൾ ഡയറക്റ്റ് പോകുന്നു. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മളിവിടെ വന്നപ്പോ തൊട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ വൈക്കം കോട്ടയംകാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ടുള്ളത്. അവര് തന്നെ അടുത്ത ആളെയും കൊണ്ട് ചേച്ചിക്ക് പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ തന്നെയല്ലേ എല്ലാവർക്കും പറയാനുള്ളത്. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും പറയാനുള്ളത്. പിന്നെ ഞാൻ ഇവിടെ വരാൻ വേറെ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. എന്നാന്ന് വെച്ചാണ്ടല്ലോ, നമ്മളെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവരെ കോണ്ടാക്ട് ചെയ്യണം, എങ്ങനെയാ പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെയും വിളിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തരാന്ന് വിചാരിച്ചു. ഇന്ന് ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇവരുടെ കോണ്ടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് വൈദ്യർ, എല്ലാവരും ഒന്ന് കണ്ടേക്കണം. എന്നാന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് തെറ്റി വേറെ ആളെ പോയി ഇവിടെ വേറൊരു ഈശ്വർ എന്ന് പറഞ്ഞ വൈദ്യന്മാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് കമ്പത്ത് പൂസാനംപെട്ടി. കമ്പത്ത് പൂസാനംപെട്ടിയല്ല, കമ്പത്തുള്ള ഇതിന്റെ പേരാണ് പൂസാനംപെട്ടി തിരുമ ചികിത്സാ കേന്ദ്രം. കമ്പം പൂസാനംപെട്ടിയല്ല. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളെ വിളിക്കുന്നവരോടെല്ലാം നമ്മൾ ഇവരുടെ അക്കൗണ്ടാണ് കൊടുക്കാറുള്ളത്. പക്ഷെ എന്നിട്ടും തെറ്റ് വേറെ എവിടെയൊക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞാണ് ഇവിടെ വരുന്നത്. എന്തായാലും ഈ പ്രാവശ്യം നമ്പർ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞാലാണ്, പിന്നെ നമ്മളോട് തന്നെ വിളിച്ചിട്ടുള്ള ഒരുമാതിരി നമ്മളെ കളിയാക്കുന്ന രീതി. നമ്മൾ ആരെയും നിർബന്ധിച്ച് ഇങ്ങോട്ട് വിടുന്നൊന്നുമില്ല. വേണ്ടവര് പോവാ, വേണ്ടാത്തവര് വേറെ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നവരെല്ലാം ആ ചേച്ചി പറഞ്ഞുള്ള അനുഭവം തന്നെ. നമ്മളെ തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് നല്ല അനുഭവങ്ങൾ പറയാനുണ്ട്.
നമ്മളെ വിളിച്ചിട്ട് കുറെ പേര് ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് അവിടെ വരെ നടുവേനയായിട്ട് അവിടെ വരെ ഇരുന്ന് പോയിട്ട് അവിടുന്ന് നടുവേന മാറ്റാനാണോ ഇത്രയും ദൂരം പോകേണ്ട ആവശ്യമുണ്ടെന്ന് ആരും നിർബന്ധിക്കാറില്ല. വേണമെങ്കിൽ ഇവിടെ കിട്ടുന്ന ഒരു എണ്ണയുണ്ട്, അത് ഇവിടെ കിട്ടത്തുള്ളൂ, ഇവിടെ വേറെ എങ്ങും കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വന്ന് അവര് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞത് എണ്ണ ഉണ്ടെങ്കിൽ അത് ഇടാൻ പറയുന്നുണ്ട്. അപ്പം വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്.